കൊച്ചിന് അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലോട്ട് അച്ഛനും കൂടെ ഒന്ന് വന്നൂടെ എന്നായിരിക്കും ചിലപ്പോ കൊച്ചു ചോദിക്കുന്നത്. ഞാനൊരു ചെരുപ്പിട്ടൊരു വീട്ടിനകത്തോട്ട് കയറുമ്പോൾ എന്നോട് പെട്ടെന്ന് പറയും, ആ ചെരുപ്പിട്ടിട്ട് അകത്തോട്ട് കയറരുത്, റിമൂവ് യുവർ ചപ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പൊ അത്ര പോലും മിക്കവാറും മോള് അച്ഛനെ നന്നാക്കുന്ന ലക്ഷണങ്ങൾ മൊത്തം കാണുന്നുണ്ട്. കാരണം ഇവരുടെ എനിക്ക് തോന്നുന്നു അവളുടെ ബേസിക് സാനിറ്റി ആയിക്കോട്ടെ, ഏതായി വൃത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ എനിക്ക് തോന്നുന്ന എല്ലാ കാര്യത്തിനും അവർക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ചെറിയ ഏജിൽ തന്നെ. നേരത്തെ പറഞ്ഞില്ലേ കംപ്ലീറ്റ്, ഞാൻ ഒരാൾക്ക് പറഞ്ഞു ധ്യാൻ ഇപ്പൊ ഡേറ്റ് ചെയ്യില്ല, 365 ഡേയ്സും സിനിമയിൽ തന്നെ അഭിനയിക്കുക. ശരിക്കും ഞാൻ അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കുവാന്ന് ഞാനൊരു കാര്യം പറയാം. ധ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ്. അല്ല ഒരിക്കലും അല്ല നമുക്കിപ്പോ ഞാൻ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ചേച്ചി സിനിമയിലല്ലേ എവിടെ ഇഷ്ടം ഏതാ, ഞാൻ അടുക്കള, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു ലോകത്ത് നിന്ന് ഭയങ്കര ആസ്വദിച്ച് എനിക്ക് മനസ്സിന് തൃപ്തി തോന്നുന്ന പോലെ ഞാൻ അടുക്കളയിൽ പെരുമാറും എന്ന് ഞാൻ പറയല്ലേ. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ 365 ദിവസവും ധ്യാനിന് ഡേറ്റ് ഇല്ല അഭിനയിക്കുക എന്നൊക്കെ ശരിക്കും ആക്ടിങ്ങിന് ഭയങ്കര പാഷൻ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു, ഞാൻ വേറെ ലോകത്തിലേക്ക് നിൽക്കുന്നു, എനിക്ക് റിലാക്സേഷൻ ആണ്. ഒരിക്കലല്ല. പിന്നെ ചേച്ചി ഇതെന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കൊറോണ, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കൊറോണ വന്നപ്പോഴേക്കും ഞാൻ നമ്മളൊരു 2-3 വർഷത്തേക്ക് വീട്ടിലായിപ്പോയി, 1-2 വർഷത്തേക്ക്. അപ്പം അത് കഴിഞ്ഞ ഉടനെ എനിക്കൊരു സിനിമ വന്നു. ആ ഒരു സിനിമ തുടങ്ങിയതാ കഴിഞ്ഞ 4 വർഷം മുന്നേ. പിന്നെ എനിക്കൊരു സീരീസ് ഓഫ് സിനിമകൾ വന്നു. എന്തുകൊണ്ട് വന്നെന്ന് എനിക്കിപ്പോഴും പല കാരണങ്ങളുണ്ട്. നമ്മൾ വർക്കിംഗ് ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും നമ്മൾ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. പിന്നെ എനിക്ക് ഒരുപാട് സിനിമക്കകത്ത് ഞാൻ ടെക്നീഷ്യനായിട്ട് വരണം, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആവണം എന്ന് ആഗ്രഹിച്ച് സിനിമയിൽ വന്നതാ. സ്റ്റാർട്ടഡ് ആസ് എൻ AD, അസിസ്റ്റന്റ് ഡയറക്ടർ. അവിടെ നിന്നൊരു സിനിമ വന്നു, ബിക്കോസ് ഇറ്റ് വാസ് ശോഭന മാം, അല്ലെങ്കിൽ അതായതുകൊണ്ട് ഞാൻ ആ തിര ചെയ്തു. 2014 ഞാൻ സിനിമ ചെയ്തില്ല, 15 ബേസിലിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് കുഞ്ഞിരാമായണം ചെയ്തത്. അതിനെ ഫോളോ ചെയ്ത് കപ്പ്യാർ വന്നു. ഇതിലൊന്നും ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ ഒന്നും ഞാൻ എൻ്റെ ഫസ്റ്റ് 3 പടം ഈ കപ്പ്യാർ, കുഞ്ഞിരാമായണം, തിര, ഈ 3 പടവും ഞാൻ ഒരു സെലക്ട് ചെയ്ത സിനിമയല്ല. ഇതെനിക്ക് ഇങ്ങോട്ട് വന്നു ബിക്കോസ് ദേ വർ ഓൾ ഫ്രണ്ട്സ്. ഞാൻ അതുകൊണ്ട് ചെയ്തു. ഇതിൽ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നിർഭാഗ്യം കൊണ്ടാണ് ഇത് ഓടി, ഈ കുഞ്ഞിരാമായണം കപ്പ്യാരും. അപ്പോഴേക്കും ഞാൻ അപ്പോഴും അറിയുന്നില്ല ഞാൻ ഒരു ആക്ടറായിരുന്നു. കാരണം നമ്മളിത് വളരെ കംഫർട്ട് സോണിൽ ചെയ്യുന്ന സിനിമ, നമ്മുടെ സുഹൃത്തുക്കളോട് സിനിമ, ഇവരെ കൂടെ ചില്ല് ചെയ്യാം, ഇവരെ കാണാം എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവണം എന്നെ വിശ്വസിച്ച്. അതൊന്നും എനിക്ക് ആ സമയത്ത് ചിന്തയില്ല. ബിക്കോസ് എനിക്കപ്പോഴും ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു കരിയർ പെർസ്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകാത്തതുകൊണ്ടും പ്രൈമറിലി. അപ്പോഴാണ് ഞാൻ 15 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡയറക്ഷനിലോട്ട് പോകാന്നുള്ള രീതിയിൽ ഞാൻ 2016 ഞാൻ എൻ്റെ പ്രിയൊക്കെ തുടങ്ങിയതാണ്. ദാറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 2 years ടു കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഇവർ ഡേറ്റ് ഇഷ്യൂസും പരിപാടിയൊക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നു. പിന്നെ ഒരു പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്ത് പിന്നെയും ഫ്രം സ്ക്രാച്ച് തുടങ്ങണമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ഫില്ലറായിട്ട് ഞാൻ ഒരു ഓൾട്ടർനേറ്റ് കരിയർ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നിന്നിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഇതിലൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി. പലരും നമ്മളോട് വർക്ക് ചെയ്തു. അപ്പോൾ കുറേ സുഹൃത്തുക്കളും സൗഹൃദങ്ങളും ഉണ്ടായാൽ നമ്മൾ പലർക്കും അപ്പം കഥയോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വിഷയമേ അല്ലായിരുന്നു. അപ്പം ഞാൻ ഒന്നും റാൻഡമായിട്ട് പ്രോജക്ട്സ് സൈൻ ചെയ്ത് തുടങ്ങി. അതൊരു സീസൺ അല്ല, അത് നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു ജേർണി എന്ന് വിചാരിച്ചോളൂ. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആ ജേർണിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു ആക്ടറായി മാറുക. നമ്മൾ സ്വന്തമായിട്ട് ഇംപ്രവൈസ് ചെയ്ത് വരണമല്ലോ, നാച്ചുറൽ. ഇപ്പൊ നമുക്ക് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള, ബിക്കോസ് എനിക്ക് ഭയങ്കര മെക്കാനിക്കലായി തുടങ്ങി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. ബിക്കോസ് ഒരു ദിവസം ഒരു പടത്തിൽ മറ്റേ ഇതാണെങ്കിൽ നെക്സ്റ്റ് ഡേ പോയിട്ട് വേറൊരു സിനിമ ചെയ്യുക. അപ്പം ഇറ്റ് ബിക്കേം ഭയങ്കര മെക്കാനിക്കൽ. ഞാൻ ആ പ്രോസസ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തി. അങ്ങനെ സാച്ചുറേറ്റഡ് ആയിപ്പോയി. ഇപ്പൊ സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിർത്തണം എന്ന് വിചാരിച്ച സമയത്ത് പോലും എനിക്ക് നിർത്താൻ പറ്റാതെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഡെസ്റ്റിനി ഈസ് ആസ് ആൻ ആക്ടർ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ തെരഞ്ഞെടുത്തതല്ല നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മേഖലയിൽ നിൽക്കുമ്പോഴത്തേക്കും സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത് ആസ് ആൻ ആക്ടർ, നമുക്കിപ്പോ എന്തായാലും ഈശ്വരൻ നിശ്ചയിച്ചത് ഇതാണ്, ഞാൻ ആഗ്രഹിച്ച വേറൊന്ന്.
അതിൽ ഞാൻ ഇനി മെച്ചപ്പെടണം, ഞാൻ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഫീലിംഗ് അതിൽ വലിയ എനിക്ക് പാഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പാഷൻ ഇല്ലാത്ത നമുക്ക് തോന്നിയില്ല അല്ലേ? പിന്നെ പാഷൻ ഇല്ലാതെ തോന്നിയതില്ല. കുറേ മോശം കുറേ സിനിമകൾ ചെയ്തു, നല്ലത് വിരലുണ്ടാവുന്ന കുറച്ച്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഇപ്പം സ്വാമി സാറിന്റെ പടം ചെയ്തു, കുറെ ലെജൻസിന്റെ കൂടെ സിനിമ ചെയ്തു, ഏട്ടന്റെ സിനിമ ചെയ്തു, അതിനിടയിൽ മറ്റേ ഡിജോ വലിയ വലിയ ഫിലിം മേക്കേഴ്സിന്റെ സിനിമ ചെയ്തു, വലിയ സിനിമകൾ ചെയ്തു. അപ്പൊക്കെ ഒരു ലേണിംഗ് ഉണ്ട് ഒരു സൈഡിൽ. ബിക്കോസ് എനിക്ക് നാളെ ഒരു പടം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു പടം കഴിഞ്ഞിട്ട് എടുക്കുന്ന ആവറേജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 to 3 years. ആ ഗ്യാപ്പിൽ അയാൾ സെറ്റ് കാണുന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന് ഷൂട്ടിങ്. അപ്പം തിരിച്ച് വന്നിട്ട് ഒരു പടം ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന പോലെ തന്നെ ആക്ച്വലി അത്രയും നാള്. അപ്പം എനിക്ക് ആ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ എനിക്ക് എല്ലാ ദിവസവും ലേണിംഗ് നടക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലേണിംഗ് നടക്കുന്നു. ഐ എം മീറ്റിംഗ് ന്യൂ പീപ്പിൾ, അല്ലെങ്കിൽ അത് ഞാൻ എൻജോയ് ചെയ്തു. അപ്പാർട്ട് ഫ്രം ആക്ടിങ് ആൻഡ് ഷൂട്ടിങ്, ഇപ്പൊ ഡെയിലി ഷൂട്ടിന് പോവുക, മീറ്റ് ന്യൂ പീപ്പിൾ, പുതിയ കഥകൾ കേൾക്കുക, അതൊക്കെ ഞാൻ ആ സൈഡിലൂടെ ഐ ഹാഡ് ഫൺ ആ സമയം.